പ്രിയമുള്ളവരെ, ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ, സമ്മാനം, ഗിഫ്റ്റ്, ഇതൊക്കെ നല്ലതാണ്. പരിശുദ്ധ ദീനിലൊക്കെ നല്ല വിഷയമാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, കാരണം ബഷീറു, നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതൊക്കെ നല്ല വിഷയമാണ്. മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ഈ ഗിഫ്റ്റ്, സമ്മാനമൊക്കെ നൽകുന്നത്. ഹദിയ, ഹിബത്ത്, ഇതൊക്കെ ദീനിൽ സുന്നത്തായ നല്ല സൽക്കർമ്മങ്ങളൊക്കെയാണ്. എന്നാൽ ഇവർ വന്ന് ചെയ്യുന്ന ഒരു കാര്യം നോക്ക്, ആ ഉമ്മയോട് പറയുന്ന ആ ഒരു സംസാരം. ഓനെ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല, പൂടിച്ചിട്ട് താരിമുഖ പൊടിയാക്കാൻ നിങ്ങൾ പൊരക്കുവന്നു സാധിക്കുന്നവരല്ലേ. ഓൻ്റെ ഉപ്പ മാറ്റുണ്ടാവും. വണ്ടി കുത്തിയിട്ട് പോയിന്, നിർത്തിക്കുന്നില്ല അവിടെ ചട്ടഞ്ചാലിന്. ഞങ്ങളെ വണ്ടിക്കും കൊണ്ടിന് ഒരു ചെക്കൻ ഹോസ്പിറ്റലുണ്ട് ഇപ്പൊ പോയിട്ട്. ഓനെ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല, പൂടിച്ചിട്ട് താരിമുഖ പൊടിയാക്കാൻ നിങ്ങൾ പൊരക്കുവന്നു ഓടുത്തോന്. വണ്ടി ഞങ്ങൾ എതിർ കൊണ്ടിട്ട് വെച്ചു, ഓനെ കുത്തി നിന്നിട്ട് ഓനെണിച്ചിട്ട് പോയി. ഓൻ്റെ ഉപ്പുണ്ടാ പള്ളിയപ്പോ വരാൻ പറയും. ഓനക്കിങ്ങ വിളിച്ചിങ്ങ ഫോണ് സാധിക്കിന്, ഓനോട് ചെല്ലാൻ മതി. കുറച്ചു മുന്നേ ആരെ കുത്തിട്ട് പോയിന്ന് വെച്ചാൽ മതി ഓനോട്. അതൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഞാൻ അവിടെ ഹോസ്പിറ്റലുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ആക്കിരി ഫോണോട് വരാനായിട്ടേ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഫോൺ വിളിച്ചിട്ട്. നിങ്ങളത് എടുക്കൂ നിങ്ങൾ ചൊടിക്കണ്ടില്ല വരല്ലോ. കുറച്ച് സീനായി അപ്പൊ സാധനം നമുക്ക് കൊടുക്കാൻ പോവാ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നാ പേടിപ്പിച്ചിട്ട് കൊടുക്കണോ ചെല്ലുണ്ട്, പേടിപ്പിച്ചിട്ട് തന്നെ ഓന് പേടിപ്പിക്കാൻ ചെല്ലുണ്ട് മാത്രം പേടിപ്പിച്ചേ. ഓർ ചെല്ലിയം തന്നാ ഉപ്പാനും ഉമ്മാനും 36ാമത്തെ വെഡിങ് ആനിവേഴ്സറി. അപ്പൊ കൊടുക്കുമ്പോ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കൊടുക്കണോന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ തന്നെ. ഇവിടെ വന്ന് പറയുകയാണ്, നിങ്ങളുടെ മകൻ അപകടത്തിൽപ്പെട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ഉമ്മാനെ പേടിപ്പിച്ചുകൊണ്ടാണ് ആ ഉമ്മാക്ക് ഒരു സമ്മാനം നൽകുന്നത്, ഗിഫ്റ്റ് നൽകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഗിഫ്റ്റുകൾ നാം നൽകുമ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ ഏപ്രിൽ ഫുൾ എന്ന് പറഞ്ഞിട്ടൊക്കെ പല അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പരിശുദ്ധ ദീനൊക്കെ ഇത് വെറുത്തതാണ്. ഒരാളിങ്ങനെ വേദനിപ്പിക്കും. കാരണം അവരുടെ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ പ്രിയപ്പെട്ട മക്കൾ, അവരുടെ ഉറ്റവർ, ഉടയവർ. അവർക്ക് അപകടം സംഭവിച്ചെന്നോ അല്ലെങ്കിൽ അവർ മരണപ്പെട്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നോ പറയുമ്പോൾ തീർച്ചയായും അവരുടെ ചില ആളുകൾക്ക് നല്ല മനക്കരുത്തില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെ മുമ്പിലാണ് ഇത്തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന വാർത്തകൾ നൽകി ഭയപ്പെടുന്ന വിഷയങ്ങൾ അവതരിപ്പിച്ച് പിന്നെ നാം നൽകുന്ന ഗിഫ്റ്റും സമ്മാനവും തീർച്ചയായും അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കും. പിന്നെ ചിന്തിച്ചിട്ടൊരു കാര്യമുണ്ടാവില്ല. ഇതിൻ്റെ മുമ്പ് ഏപ്രിൽ ഫുൾ എന്ന് പറഞ്ഞിട്ട് പല പരിപാടികൾ ഇങ്ങനെ ഇത് അപകട വാർത്തകൾ എത്തിപ്പിക്കുന്ന പല സാഹചര്യം. അതിൽ ആ മകന് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഉമ്മ മരണപ്പെട്ട സംഭവമൊക്കെ നടന്ന വാർത്തകൾ നമുക്ക് കേട്ടവരാണ്. തീർച്ചയായും സമ്മാനങ്ങൾ നൽകുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നല്ല കാര്യമാണ്. ഒരിക്കലും പ്രായമുള്ളവരോട്, തീർച്ചയായും മനക്കട്ടിയില്ലാത്ത ആളുകളോട് ഭയപ്പെടുത്തിക്കൊണ്ട് പിന്നെ അവരെ സന്തോഷിപ്പിക്കുന്ന ഒരവസ്ഥ, ഒരു രീതി, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കും. പിന്നെ തീരാ ദുഃഖത്തിലാകും. നമുക്കൊക്കെ തമാശയാണ്, നമുക്കൊക്കെ അതൊരു നിസ്സാരമാണ്. കാരണം ഇത് കേൾക്കേണ്ട സമയത്തും അവർ വല്ലാത്ത ഞെട്ടലോടുകൂടി അങ്ങ് ബോധം നഷ്ടപ്പെട്ട് ചിലപ്പോൾ ജീവൻ വരെ നഷ്ടപ്പെടാൻ കൂടുതൽ സാധ്യത ഉള്ളതാണ്. പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ അങ്ങനെയാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മക്കളാണ്. നിരന്തരമായി ആ മക്കളുടെ എല്ലാത്തിനും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വന്ന് മകൻ അപകടത്തിൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ സാഹചര്യം, എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഇവരൊക്കെ സന്തോഷത്തിലാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്, നല്ലതാണ്. എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള അപകട സാധ്യതകൾ ഉണ്ടാക്കുന്ന വീഡിയോകൾ തീർച്ചയായും അത് ഭാവിയിൽ വലിയ അപകടമായിരിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യം അല്ലാഹു നൽകട്ടെ. സമ്മാനങ്ങളൊക്കെ നല്ലതാണ്, ഇത്തരത്തിലുള്ള രീതിയിലാകരുത്. പിന്നെ തീരാ ദുഃഖത്തിലാവും. പിന്നെ ആ കുടുംബം എന്നേക്കും കണ്ണീരിലായി മാറും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി